ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 6 ദിവസം 6 ഗോൾഡൻ ഡേയ്സ് ടു അവർ എൻട്രൻസ് ഇല്ലേ. 6 ദിവസം കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം നമ്മൾ നമ്മുടെ എക്സാം ഹോളിൽ നമ്മുടെ എക്സാം എഴുതും. അപ്പോൾ 6 ദിവസം കൊണ്ട് പഠിച്ചാൽ കുഴപ്പമില്ലാത്തൊരു റാങ്ക് നേടാൻ പറ്റുമോ? നേടാൻ പറ്റും, ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് നേടാം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണല്ലോ. ഇതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റാണ് മാറ്റർ ചെയ്യുന്നത്. 6 ദിവസം ഉണ്ടല്ലോ, 6 ദിവസം കൊണ്ട് പഠിച്ച് നേടാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ റെഡി ആവുക, സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പഠിക്കാം. അയ്യോ 6 ദിവസമേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്ത് പഠിക്കാനാണ് എന്ന് വിചാരിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് 2-3 ദിവസമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ കുറച്ച് ദിവസമേ ഉള്ളൂ, 1 വീക്കേ ഉള്ളൂ, 8 ഡേയ്സേ ഉള്ളൂ, ഇനി പഠിച്ചാൽ വല്ലതൊക്കെ നടക്കുമോ? നിങ്ങൾ ധൈര്യം പഠിക്കുന്നേ, നിങ്ങൾ ധൈര്യം പഠിക്കുക. ഇത്രയും ദിവസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്ത് ടോപ്പ് റാങ്കിലേക്ക് എത്തുന്നൊന്നും ഞാൻ അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും ഞാൻ തരുന്നില്ല. ബട്ട് നിങ്ങൾക്കൊരു കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ലക്കും കൂടെ വരികയാണെങ്കിൽ, ഒത്തു വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ നേടാം. അപ്പോൾ ഈ 6 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആ ഏരിയാസ് ഒക്കെ നിങ്ങൾ പഠിക്കുക, റിവൈസ് ചെയ്യുക, ഒപ്പം ക്വസ്റ്റ്യൻസ്, ധാരാളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു 6 ദിവസം ഇല്ലേ, 6 ദിവസം ഒരു ദിവസം ഒരു 200 ചോദ്യമെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ ഒരു ചോദ്യമാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അറ്റോർണി ജനറൽ അതിൻ്റെ ആർട്ടിക്കിളാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജിയുടെ ആർട്ടിക്കിൾ അറിയണം, മറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനൊപ്പം അതിന് ആക്സസറി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകണം. അങ്ങനെ വേണം. നിങ്ങളൊരു 6 ദിവസമുണ്ട്, ഒരു ദിവസം 200 മിനിമം, ഞാൻ പറയുന്നു ഒരു 200 ചോദ്യങ്ങളും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനായി ബന്ധപ്പെട്ടുള്ള ആക്സസറി ആയിട്ടുള്ള ഫാക്റ്റുകളും പഠിച്ചു വയ്ക്കുക. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടോപ്പിക്സ് പറയാം, അതായത് നിർബന്ധമായി നോക്കി പോകേണ്ട ഈ ടോപ്പിക്സ് ഒക്കെ പറയാം. നിങ്ങൾ ഇതൊക്കെ മെയിനായിട്ടൊന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ 6 ദിവസമുണ്ട്, ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഇനി ഇവിടുന്ന് വന്നില്ലെങ്കിൽ എന്നെ വന്ന് ചീത്ത വിളിക്കരുത്. ഓക്കെ, ഇതൊക്കെ കുറേയൊക്കെ പ്രെഡിക്ഷൻസും നമ്മൾ എന്താ പറയുക, ഒരു പ്രോബബിലിറ്റി ബേസ് ചെയ്ത് പറയുന്ന കാര്യം ഇവിടുന്ന് ചോദിക്കാം. ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമുക്കറിയാം ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത്, ആ ഒരു ഐഡിയയിൽ വെച്ച് പറയുന്നതാണ്. പിന്നെ ഇക്കൊല്ലം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട് ഇല്ലേ, 200 എന്നുള്ള 120 ആയി. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് എന്താണ് വരിക എന്നുള്ളത് എക്സാം കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ സബ്ജക്ട്സിൽ നിങ്ങൾ നിർബന്ധമായി നോക്കി വെക്കേണ്ടത് കാര്യങ്ങൾ ഈ 6 ദിവസം കൊണ്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. മുന്നേ പഠിച്ച് റെഗുലറായി പഠിച്ച് പോകണവരൊക്കെ അവരുടേതായ ലെവലിൽ പോയിക്കോ. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടേതായ ഒരു സ്റ്റഡി പ്ലാനിൽ പോയിക്കോ. ഇപ്പോൾ ഇരിക്കുന്ന ഈ 10 ദിവസം 6 ദിവസം 7 ദിവസം കൊണ്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കാൻ ടോപ്പിക്സ്. ആദ്യം നമുക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് നോക്കാം. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു 3-4-5 ടോപ്പിക്കുകൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. ഓക്കെ, നിർബന്ധമായിട്ട് നോക്കുക. ചെറിയ ടോപ്പിക്സ്, അത്ര കുട്ടി ടോപ്പിക്സ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ ഒരു 6 ദിവസം കൊണ്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തം ഒന്നും എനിക്ക് 6 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ചില ടോപ്പിക്സ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ആദ്യം നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അതിൽ ഏതൊക്കെയാണ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ആ ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു പോവുക. പിന്നെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ നിർബന്ധമായും ഇന്ത്യൻ ജുഡീഷ്യറി പഠിക്കുക. ഇന്ത്യൻ ജുഡീഷ്യറി, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ഉണ്ട്, ജഡ്ജിമാരുടെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ വരുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിള്, റിറ്റുകൾ. ആ റിറ്റുകൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ മറ്റേ ഹേബിയസ് കോർപ്പസ് ടു ഹാവ് ദ ബോഡി, അങ്ങനെ മാച്ച് ദ ഫോളോയിങ് പഠിക്കണം. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറി, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, അതിൻ്റെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്, ജഡ്ജസിൻ്റെ ക്വാളിഫിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ട് നോക്കണം. അത് സ്ഥിരമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. പാർട്ട് 3 ആർട്ടിക്കിൾസ് 12 മുതൽ 35 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ലേ. അപ്പോൾ ആർട്ടിക്കിൾസ് 12 മുതൽ 35 വരെ എല്ലാ ആർട്ടിക്കിളും എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ പാർട്ട് 3 ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വയ്ക്കുക. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ചോദ്യങ്ങൾ പൊതുവെ ചോദിക്കാറുള്ള ഒരു ഏരിയയാണ്. എല്ലാ എക്സാമിനും മിനിമം 2 ചോദ്യങ്ങൾ പാർട്ട് 3 വരാറുണ്ട്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയ ലീഗൽ ഓഫീസുകൾ ഉണ്ട് ഇല്ലേ. അറ്റോർണി ജനറൽ ഉണ്ട്, സോളിസിറ്റർ ജനറൽ ഉണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി, അങ്ങനത്തെ പ്രധാനപ്പെട്ട ലീഗൽ ഓഫീസുകളുണ്ട്. അവരുടെ മെയിൻ ആർട്ടിക്കിള്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കണം. ലീഗൽ ഓഫീസർ നമ്മൾ എഴുതാൻ പോകുന്ന ലോ എൻട്രൻസ് ആണ് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസുകളില്ലേ, UPSC ഉണ്ട്, അങ്ങനത്തെ ഉള്ള കുറേ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫീസുകളുണ്ട്. അവരുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ അടുത്ത് നോക്കേണ്ട ഭാഗം എന്ന്
പറയുന്നത് ലോക്സഭ, രാജ്യസഭയും പ്രസിഡന്റും. ഓക്കെ, ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റ് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ, അതൊക്കെ നിങ്ങൾ പ്രസിഡന്റിന്റെ പവേഴ്സ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ സ്ഥിരം ചോദിക്കാറുള്ള പാർഡണിങ് പവറിന്റെ ആർട്ടിക്കിൾ. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രധാനമായിട്ട് നോക്കി വെക്കുക നിങ്ങൾ. പിന്നെ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പൊ 3 പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ടില്ലേ, BNS, BNSS, BSA. അതിന്റെ 3ന്റെയും പേര്, അത് ഏത് നിയമത്തിനെയാണ് റീപ്ലേസ് ചെയ്തത്, അത് എന്ന് തൊട്ടാണ് നിലവിൽ വന്നത്, അത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, അതൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനീഷ്യൽ ഭാഗത്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തും അതുപോലെ ലീഗൽ GK ഭാഗത്തൊക്കെ നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെന്റ്സ്, പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ആ ലാൻഡ്മാർക്കായ ജഡ്ജ്മെന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വയ്ക്കുക. പൊതുവെ ചോദ്യങ്ങൾ ആ ഭാഗത്തൊന്ന് വരാറുണ്ട്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ IPC ആണ്. ഓക്കെ, ഇന്ത്യൻ പീനൽ കോഡ് വലുതാണ്, ശരിയാണ്. അതിലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സെക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. അത് ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഓരോന്ന് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് IPCയുടെ സെക്ഷനുകൾ പഠിക്കുമ്പോൾ ചാപ്റ്റർ 16 ചാപ്റ്റർ 17 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചാപ്റ്റർ 16 ചാപ്റ്റർ 17 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ BNS പഠിക്കണം. എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ വന്നത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ വീഡിയോ ഒക്കെ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കുക, പുതിയ സെക്ഷൻസ് ഏത് ആഡഡ് അതൊക്കെ നോക്കുക. പിന്നെ IPCയിലെ ചില സെക്ഷനുകൾ, ഇപ്പോൾ ഡെക്കോയിറ്റി ഉണ്ടാവണമെങ്കിൽ എത്ര പേര് വേണം, അൺലോഫുൾ അസംബ്ലി എത്ര പേര് വേണം, അങ്ങനത്തെ ചെറിയ ഫാക്റ്റുകളുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കി വെക്കണം. അപ്പം അങ്ങനെ അതാണ് മെയിനായിട്ട് IPCയുടെ ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കാനുള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ ലീഗൽ റീസണിങ് അല്ലേ, നമ്മുടെ ലീഗൽ കോൺസെപ്റ്റുകൾ വെച്ച് പ്രോബ്ലംസ് വരും. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മറച്ചു നോക്കി നമുക്ക് കാണാൻ പറ്റും ലീഗൽ പ്രോബ്ലംസ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ലീഗൽ പ്രോബ്ലംസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ മറച്ചു നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ച് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ലീഗൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടായിരിക്കും, കാരണം പെട്ടെന്ന് ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ലീഗൽ കോൺസെപ്റ്റുകൾ, സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് അറിഞ്ഞാലാണ് ലീഗൽ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പറ്റുന്ന പോലെ പ്രീവിയസ് ഇയർ പേപ്പറൊക്കെ നോക്കി പറ്റുന്ന പോലെ ഒന്ന് കാണാപ്പാടം പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. പിന്നെ കോൺട്രാക്റ്റിലോ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, IPC പറഞ്ഞു, പിന്നെ കോൺട്രാക്റ്റിലോ പ്രധാനമായിട്ട് സെക്ഷൻ 10, സെക്ഷൻ 10 എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ നോക്കി വയ്ക്കാം. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കും വരുന്നൊരു ഭാഗമാണ്. പിന്നെ നമ്മുടെ ഓരോന്നിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷനുകൾ, ഓഫർ ഏതാ, അക്സെപ്റ്റൻസ് ഏതാ, പിന്നെ സെക്ഷൻ 2H കോൺട്രാക്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള പ്രധാനപ്പെട്ട സെക്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. കാണാപ്പാടം പഠിക്കരുത്, മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. പിന്നെ നമ്മുടെ ടോർട്ട്, അപ്പോൾ കോൺട്രാക്ട് ലോ കഴിഞ്ഞ് ടോർട്ട് ലോയിൽ നിങ്ങൾ പ്രധാനമായിട്ട് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എസെൻഷ്യൽസ് ഓഫ് ടോർട്ടാണ്. ഓക്കെ, ഡാമിനം സൈൻ ഇഞ്ചൂറിയസ് ആൻഡ് ഡാമിനെ. പിന്നെ അവിടെ 2 കേസുകൾ വരുന്നുണ്ട്, ഗ്ലക്കോസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസും അതുപോലെ ആഷ്ബി വേഴ്സസ് വൈറ്റ്. അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ ഡിഫാമേഷൻ നിങ്ങൾ നോക്കണം. പിന്നെ അതുപോലെ വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ട്, അതൊക്കെ അത് നോക്കി വെക്കണം. വൈക്കേരിയസ് ലയബിലിറ്റിയുടെ പിന്നെ ഈ ടോർട്ടിൽ സെക്ഷൻസ് ഇല്ല, ടോർട്ടിൽ കുറെ കേസുകളുണ്ട്, അതൊക്കെ പറ്റുന്ന പോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ടോർട്ടിൽ കുറെ മാക്സിംസ് വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജനറൽ ഡിഫൻസസ്, ടോട്ടലെ ജനറൽ ഡിഫൻസസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്ന പോലെ പഠിച്ചു വെക്കുക. പിന്നെ ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ് ഒരുപാട് എണ്ണമുണ്ട്, നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നിങ്ങളെ കൊണ്ട് പഠിക്കാമെന്ന് അത്രയും എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ലീഗൽ ഭാഗത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കേണ്ട ഭാഗങ്ങളൊക്കെ. ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. ഇത് നോക്കി പഠിച്ചു കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ലീഗൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി പഠിച്ചു. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും പോയ വർഷങ്ങളിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഏരിയസ്, അതൊക്കെ ഒന്ന് എക്സ്ട്രാ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് GK ഭാഗം. GK എന്ന് പറയുന്ന സാധനം വളരെ കടൽ പോലെ കിടക്കുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് ഈ 6 ദിവസം കൊണ്ടൊന്നും പിടിച്ചാൽ കിട്ടുന്ന ഒരു സാധനമല്ല. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ പറയാം, അതൊക്കെ നോക്കി വെക്കുക നിങ്ങൾ. ചോദ്യം വരാൻ ലെറ്റ്സ് ഹോപ്പ് നമുക്ക് ചോദ്യം വരുമോ നോക്കാം. അതിൽ മെയിനായിട്ട് നോക്കാം, നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്ലാനറ്റ്സ് ആൻഡ് ദെയർ നിക്നെയിംസ്. റെഡ് പ്ലാനറ്റ് ഏതാ, ബ്ലൂ പ്ലാനറ്റ് അത് നോക്കാം. പിന്നെ വൈറ്റമിൻസ് നോക്കണം. ഇപ്പോൾ വൈറ്റമിൻ സിയുടെ എഫിഷ്യൻസി ഏത് രോഗമാണ് കോസ് ചെയ്യുക, അത് മെയിനായിട്ട് നോക്കണം. പിന്നെ UN നോക്കണം നിങ്ങൾ. യുണൈറ്റഡ് നേഷൻസ് നോക്കണം. യുണൈറ്റഡ് നേഷൻസ് മാത്രമല്ല, മറ്റ് ഇന്റർനാഷണൽ ബോഡീസ് ഉണ്ട് ഇല്ലേ, ആംനസ്റ്റി ഇന്റർനാഷണൽ ഉണ്ട്, അതുപോലെ UNന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്, യുനെസ്കോ ഉണ്ട്, WHO ഉണ്ട്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിയണം. പിന്നെ UNന്റെ ജുഡീഷ്യൽ ബോഡി ഉണ്ട്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതറിയണം. അവരുടെ ജഡ്ജിമാരുടെ ടേം അറിയണം, അവരുടെ ക്വാളിഫിക്കേഷൻ. ICJ നിങ്ങൾ അറിയണം, ജുഡീഷ്യൽ ബോഡി, അത് നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ, ഓക്കെ, പ്രധാന ഡേറ്റ്സ് ഡേ എന്നാ, എൻവയോൺമെന്റ് ഡേ എന്നാ, പിന്നെ ഈ വർഷത്തെ ഓരോ ഡേറ്റിനും പ്രധാനപ്പെട്ട തീമുകൾ,
ഓക്കെ, തീം എന്താ നിങ്ങൾ നോക്കി അപ്പോൾ എൻവയോൺമെന്റ് ഡേയുടെ തീം എന്താ, അതൊക്കെ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കണം. പിന്നെ ഇന്ത്യൻ സിറ്റീസ്, അതിന്റെ ക്യാപിറ്റൽസ്, അതിൽ മെയിനായിട്ട് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് എന്താ പറയുക അതിന്റെ ക്യാപിറ്റൽസ്. ഓക്കെ, പിന്നെ വേൾഡ് കൺട്രീസ്, അതിന്റെ ക്യാപിറ്റൽസ്, പിന്നെ ഈ വർഷം നടന്ന പ്രധാനപ്പെട്ട ഈവെന്റുകളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇല്ലേ. അതിപ്പോ എന്ത് ഈവന്റ് ആയാലും നിങ്ങൾ മരണപ്പെട്ട ആൾക്കാർ, ആ മരണപ്പെട്ട ആൾക്കാർ ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കണം. ഇമ്പോർട്ടൻറ്റ് ഒബിച്വറീസ് എന്നാ പറയുക. ഓക്കെ, മരണമടഞ്ഞ ആൾക്കാരും അവർ ബന്ധപ്പെട്ട ഫീൽഡ്. പിന്നെ നിങ്ങൾ ഈ വർഷം ഒളിമ്പിക്സ് നടന്നു, ഒളിമ്പിക്സിന്റെ ഫാക്റ്റുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒളിമ്പിക്സിന്റെ ഫ്ലാഗിലുള്ള 5 റിങ്സ് എന്താണ്, പിന്നെ ഒളിമ്പിക്സും ഇന്ത്യയും തമ്മിൽ ബന്ധം, ഈ ഫസ്റ്റ് മെഡലിസ്റ്റ് ആരാണ്, അങ്ങനത്തെ ഒളിമ്പിക്സായി ബന്ധപ്പെട്ട ഫാക്റ്റുകളൊക്കെ നോക്കി വെച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വർഷം ക്രിക്കറ്റ് 2020 വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട്, പിന്നെ മറ്റ് സ്പോർട്സ് ഈവന്റ്സ് നടന്നിട്ടുണ്ട്, അതിലൊക്കെ ചാമ്പ്യൻ ആരാണ്, അതിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും റെക്കോർഡുകളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ നോക്കുകയാണ്. അതൊക്കെ പൊതുവെ GK ചോദിക്കാറുള്ളതാണ്. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള കാര്യം, അതൊന്നും നിങ്ങളെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി നമുക്ക് നോക്കാം ഇല്ലേ, സ്വാതന്ത്ര്യ ചരിത്രം നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പഠിച്ചെടുക്കാം. അപ്പൊ അതൊന്ന് നോക്കാം. പിന്നെ സിറ്റീസ് ആൻഡ് ദെയർ നിക് നെയിംസ്. ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് നോക്കാം. പിന്നെ ഈ വർഷം കൊടുത്ത ഇമ്പോർട്ടൻറ്റ് അവാർഡുകൾ. ഓക്കെ, അത് അവാർഡ് ആരാണ് നേടിയത്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രധാനമായിട്ട് നിങ്ങൾ നോക്കുക. അപ്പൊ GK പിന്നെ കറണ്ട് അഫയേഴ്സ് പ്രധാനമായിട്ട് നമ്മളൊരു ജൂൺ, മെയ്, ഏപ്രിൽ, മാർച്ച്, ഓക്കെ, കഴിഞ്ഞൊരു 5 monthsന്റെ കറണ്ട് അഫയേഴ്സ് കൂടുതൽ ഫോക്കസ് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് 1 year കറണ്ട് അഫയേഴ്സ് പറയുക, ലാസ്റ്റ് 5 മാസത്തെ കറണ്ട് അഫയേഴ്സ്, ജൂൺ തൊട്ട് ഒരു ഫെബ്രുവരി വരെയുള്ള ഒരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ മാത്സ് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 6 days കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക നടക്കില്ല, ഉള്ള പോലെ തന്നെ പറയാം. ബട്ട് ഡോണ്ട് ലീവ് ഇറ്റ്. എന്ത് ചെയ്യണം, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ട്. ലാസ്റ്റ് ഇയർ ഒരു 5 വർഷത്തെ പേപ്പർ എടുക്കുക, 3 year 5 year രണ്ടും എടുക്കുക. എന്നിട്ട് അതിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക ഇല്ലേ. എന്നിട്ട് ആ മോഡലായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എവിടെ നിന്നൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ പ്രിപ്പോസിഷൻ ചോദ്യം പ്രിപ്പോസിഷൻ ഇരുന്ന് പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളൊരു 6 days കൃത്യമായിട്ട് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ വേണ്ട പോലെ ഓരോ സബ്ജക്റ്റും ടൈമും വേർതിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ മാത്സും ഇംഗ്ലീഷും ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പ്രീവിയസ് ഇയർ പേപ്പർ നോക്കിയിട്ട് അതിൽ വരുന്ന ചോദ്യങ്ങളുടെ മോഡൽ വെച്ച് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് പോകുന്ന കുറച്ചുകൂടെ നല്ലതെന്നാണ് തോന്നുന്നത്. ഓക്കെ, പിന്നെ ലോയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി അവിടുന്ന് വന്നില്ലെന്ന് വെച്ച് എന്നെ ചീത്ത പറയരുത്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്. നമ്മൾ എന്താ പറയുക, നമുക്കൊരു പ്രഡിക്ഷൻസ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ആരും അല്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രഡിക്ഷൻസ് നടത്താൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറയാം, പാറ്റേൺ മാറിയ വർഷമാണ്. ഞങ്ങളെല്ലാവരും, ഞാൻ ഈക്വലി എന്താ പറയുക വെറീഡ് ആണ്, ടെൻസ്ഡ് ആണ്. കാരണം എന്തായിരിക്കും, എവിടെ നിന്നൊക്കെ ആയിരിക്കും ചോദ്യം എന്നുള്ള കാര്യങ്ങൾ. നിങ്ങളെക്കാട്ടി കൂടുതൽ ടെൻഷൻ സത്യം പറഞ്ഞാൽ എനിക്കാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലീഗൽ, ഇംഗ്ലീഷ്, മാത്സ്, GK. പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനിയുള്ള 6 days ധാരാളം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇല്ലേ. ഇഷ്ടം പോലെ MCQs പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ ചോദ്യങ്ങളോട് ഓരോ പുതിയ ചോദ്യങ്ങൾ പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട അസസറി ആയിട്ടുള്ള ഫാക്റ്റുകൾ പഠിക്കുക. അങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിന് നിങ്ങൾ ഇത്രയും ഞാനീ പറഞ്ഞ ഈ ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ടൈം ടേബിൾ വേണം. അപ്പോൾ ഒരു ടൈം ടേബിൾ 6 daysന് വേണ്ടി നിങ്ങളൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ രീതിയിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓക്കെ, 6 days ഉള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് കാണണ്ട. 6 days ഉണ്ടല്ലോ, 6 days ഉണ്ട്. 6 days കൊണ്ട് പല കാര്യങ്ങളും സംഭവിക്കും. 6 × 24 hours ഇല്ലേ, അത്രയും സമയം കിട്ടുന്നത് നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹോളിൽ കയറുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ചെയ്തു എന്നൊരു ഫീൽ വരും നമുക്കില്ലേ. നമ്മൾ പണിയെടുത്തിട്ടുണ്ട് 6 ദിവസമെങ്കിൽ 6 ദിവസം പണിയെടുത്തു. അപ്പോൾ ആ എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ പോസിറ്റീവായ നെഗറ്റീവ് സൈഡായാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഇല്ലേ. ഒന്നും പഠിക്കാണ്ട് പോയി പരീക്ഷ എഴുതും, എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയിട്ട് പരീക്ഷ എഴുതുന്ന ഡിഫറൻറ്റ് ഫീലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ടോപ്പിക്സ് ഞാൻ വിട്ടുപോയിട്ട് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് എൻ്റെ ഓർമ്മയെന്ന് ഞാൻ എടുത്ത് പറയുന്നതാണ്. അപ്പോൾ ബെസ്റ്റ് വിഷസ്. ഒന്നും നോക്കണ്ട, 6 days ഉണ്ട്, കൃത്യമായിട്ട് പഠിക്കുക. പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ പണിയെടുക്കുക, പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എബിലിറ്റി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും സ്കില്ലുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി യൂസ് ഇറ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ബെസ്റ്റ് വിഷസ്.